ശ്രീവിരൂപാക്ഷവിപ്രേന്ദ്രം സർവജ്ഞം ധാർമ്മികോത്തമം നിർവാണപദമാരൂഢം സർവദാ പ്രണമാമ്യഹം. ശ്രീഗുരോശ്ചരണാംഭോജം യസ്യാം ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമ കായേന മനസാ ഗിരാ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആകാശപുഷ്പത്തിനു ചുറ്റുപാടും ആവശ്യമില്ലാതലയേണ്ട വണ്ടേ ഹേ മനസാം വണ്ടേ നീ ആകാശപുഷ്പത്തിനു ചുറ്റുപാടും ആവശ്യമില്ലാതലയേണ്ട വണ്ടേ നീ ആശിച്ച പൂന്തേൻ അവിടത്തിലില്ല. കണ്ണൻ്റെ കാൽപ്പൂക്കൾ വലത്തുവെക്കൂ എന്നുണ്ണിക്കണ്ണൻ്റെ കാൽപ്പൂക്കൾ വലത്തുവെക്കൂ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ കാൽപ്പൂക്കൾ വലത്തുവെക്കൂ. ഭാഗ്യം ചെയ്ത ഭാഗവതപ്രിയരെ, മള്ളിയൂർ പരമഭാഗവത പാരമ്പര്യത്തിൻ്റെ ഈ തീർത്ഥഘട്ടത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഭാഗ്യം ചെയ്ത ശ്രോതാക്കളെയും നിത്യവും ഭക്തിയുടെ അനുഭൂതികൾ പകർന്നു കൊടുത്തുകൊണ്ട് യജ്ഞവേദിയിൽ ഭാഗവതത്തെ ഉപാസിക്കുന്ന ആചാര്യന്മാരെയും സാദരം നമസ്കരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ മന്വന്തരം എന്ന ലക്ഷണത്തോടു കൂടിയ വിശേഷപ്പെട്ട സ്കന്ധമാണ് എട്ടാമത്തേത്. പാദൗ തു പ്രഥമസ്കന്ധോ ദ്വിതീയം ജാനുനീ സ്മൃതം. ഒന്നാമത്തെ സ്കന്ധം പാദമാണ്. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച പരീക്ഷിത്ത് രാജാവിനെയും നൈമിശാരണ്യത്തിലെ ശൗനകാദി ഋഷീശ്വരന്മാരെയും സൂതനെയും കുന്തിദേവി, ഉത്തര, ഭീഷ്മർ ഇവരൊക്കെ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച ആ വിഷ്ണുപാദത്തിലൂടെ ഉണർന്നൊഴുകിയ ഗംഗയുടെ തീരത്ത് നമ്മളെ ചേർത്ത് നിർത്തിയിട്ടാണ് ഭഗവാന്റെ മുട്ടുവരെയുള്ള ഭാഗമായ രണ്ടാമത്തെ സ്കന്ധം മനുഷ്യൻ്റെ രണ്ടാമത്തെ തലച്ചോറാണെന്നാണ് പറയുക. കണങ്കാല് മുതൽ മുട്ടുവരെയുള്ള ഭാഗം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും മനസ്സിലാകുമെന്നാണ് സാമുദ്രിക ശാസ്ത്രം പറയുക. അതുകൊണ്ട് ആ രണ്ടാമത്തെ സ്കന്ധത്തിലൂടെ ഭാഗവതത്തിൻ്റെ 10 ലക്ഷണങ്ങളും പറഞ്ഞു. മൂന്നാമത്തെ സ്കന്ധം തുടയാണ്. സർഗപ്രക്രിയകൾ അവിടെ വിശദീകരിച്ചു. നാലാമത്തേത് അരക്കെട്ടാണ്, വിസർഗവും പറഞ്ഞു. അഞ്ചാമത്തേത് ഭഗവാന്റെ നാഭീദേശമാണ്. പ്രപഞ്ചത്തെ എല്ലാ ചലനങ്ങളെയും ചേർത്ത് നിർത്തുന്ന കേന്ദ്രമായിരിക്കുന്ന അഞ്ചാമത്തെ സ്കന്ധവും വിശദീകരിച്ച് ഉദരമാകുന്ന പോഷണത്തിലൂടെ ഭഗവാൻ എങ്ങനെയാണ് ശ്രവണകീർത്തന മനനാദികളിലൂടെ ഭക്തിയെ പരിപോഷിപ്പിക്കുന്നത് എന്ന തത്വത്തെ ആറാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞ് ഏഴാമത്തെ സ്കന്ധം ഭഗവാന്റെ മാറിടമാണ്, അവിടെയാണ് ഭക്തനെ മാറോട് ചേർത്തിരിക്കുന്നത് എന്ന പ്രഹ്ലാദ ചരിതത്തെയും പറഞ്ഞ്
മന്വന്തരമെന്ന കാലബോധത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് 8-ാമത്തെ സ്കന്ധം. അതിനാദ്യമായി 14 മന്വന്തരങ്ങളെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറഞ്ഞ്, സ്വയംഭൂ മന്വന്തരത്തിൽ സാക്ഷാൽ ഭഗവാൻ യജ്ഞനായി അവതരിച്ച ചരിത്രത്തെ സൂചിപ്പിക്കുകയാണ്. സ്വയംഭൂമനു അതിമഹത്തരമായിരിക്കുന്ന തപസ്സു ചെയ്തു. ഒറ്റക്കാലിൽ പെരുവിരലിൽ ഊന്നി അദ്ദേഹം ചെയ്ത മഹാതപസ് അത് വിശ്വത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയതായിരുന്നു. ആ തപസ് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ധാരണ ചെയ്ത ചിൽസ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് വർണ്ണിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ഇരുന്ന് ഞാനത് പറഞ്ഞു തരേണ്ടി വരും. അത്രയും മനോഹരമായ സ്വയംഭൂമനുവിൻ്റെ ഹൃദയത്തിലെ ഭഗവാന്റെ സമാധിസ്വരൂപത്തെ വർണ്ണിച്ചിരിക്കുന്നു. എന്താണ് സമാധി എന്നതിൻ്റെ അർത്ഥം കൂടിയാണത്. അങ്ങനെയുള്ളതായ ആ സമാധിഭാവത്തിലിരിക്കുന്ന സ്വയംഭൂമനുവിനെ വായും പിളർത്തി വിഴുങ്ങാൻ വന്ന ആസുരീയ ശക്തികൾ, അവരെ സംഹരിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ആ മന്വന്തരത്തിൽ സാക്ഷാൽ യജ്ഞൻ എന്ന പേരിൽ അവതാരം കൈക്കൊണ്ടത്. അദ്ദേഹം തന്നെയായിരുന്നു ആ മന്വന്തരത്തിലെ ഇന്ദ്രനും. ഇങ്ങനെ സ്വയംഭൂമനുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ യജ്ഞാവതാരമെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി പറയാൻ പോകുന്നതായ കാലം എന്ന ഈശ്വര സ്വരൂപത്തെ ഈ സ്വയംഭൂമനുവിൻ്റെ സമാധി ഭാഷയിലൂടെ സ്തുതിരൂപേണ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണർന്നൊഴുകിയതായ സ്തുതിയായി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഗജേന്ദ്രമോക്ഷം കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്വാരോജിഷമന്വന്തരം, ഉത്തമമന്വന്തരം, താമസമന്വന്തരം. താമസമന്വന്തരത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, ആ മന്വന്തരത്തിലാണ് സാക്ഷാൽ ശ്രീഹരിയായി ഭഗവാൻ അവതരിച്ച് ഗജേന്ദ്രന് മുക്തി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷത്തിന് വലിയ ആഗ്രഹമുണ്ടായി, അതൊന്ന് കേൾക്കണം. കഥ എന്താ? ഒരാനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുത്ത കഥയാണ്. കഥ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? എങ്കിലും ആ കഥയൊന്ന് കേൾക്കാം നമുക്ക്. പണ്ട് ഒരു തടാകത്തിൽ ഒരു മുതല കുറേ കാലമായി ഇങ്ങനെ ആ തടാകത്തിലേക്ക് വരുന്നവരുടെയൊക്കെ കാല് പിടിച്ച് അവരെയൊക്കെ ആ ചളിയിലേക്ക് വലിച്ചു താഴ്ത്തി അവരെ തൻ്റെ അന്നമാക്കി കഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ മുതല അങ്ങനെ കഴിയാനൊരു കാരണം ഉണ്ട്. അതാദ്യം നമുക്ക് പറയാം. ഇദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു, ഹൂഹു എന്ന് പേരുള്ള ഗന്ധർവൻ. ഒരിക്കൽ ഈ ഗന്ധർവൻ സ്ത്രീകളോടൊപ്പം സരസിലിറങ്ങി കേളികളാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഒപ്പമുള്ള സ്ത്രീകളെ ഒന്ന് രസിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മായാവിദ്യകൾ കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ദേവലൻ എന്ന് പേരുള്ളതായ മഹർഷീശ്വരൻ അവിടെ കുളിക്കാനായിട്ട് വന്നത്. സ്നാനത്തിനായി അദ്ദേഹം ഇറങ്ങി സന്ധ്യാവന്തനാദി ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹൂഹു എന്ന ഗന്ധർവൻ എന്ത് ചെയ്തു? ഈ അപ്സര സ്ത്രീകളെ നോക്കി ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാമെന്നൊക്കെയുള്ള ഭാവത്തിൽ ഈ ജലത്തിനടിയിലൂടെ ഊളയിട്ട് പോയി ഈ ദേവലൻ്റെ കാല് പിടിച്ച് വലിച്ചു. അദ്ദേഹം പേടിച്ച് കരയിലേക്ക് കയറി. അപ്പോൾ ഇത് കണ്ട് ആ സ്ത്രീകളൊക്കെ പൊട്ടിച്ചിരിച്ചു. വീണ്ടും ദേവലൻ ഇറങ്ങി, വീണ്ടും കാല് പിടിച്ച് വലിച്ചു. 1-2 വട്ടമായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഏതോ ഒരു ഗന്ധർവൻ്റെ മായയാണ്. വേഗം തന്നെ ദേവലൻ ശപിച്ചു, ഹേ ഗന്ധർവ, അങ്ങനെയാണെങ്കിൽ നീ ഒരു ജലജീവിയായി തീരട്ടെ. എന്നാണ് ഭഗവത് കരസ്പർശം നിനക്കുണ്ടാവുന്നത്, അന്ന് നിനക്ക് മോക്ഷം കിട്ടും എന്നാണ്. കുറച്ചുകൂടി ആഴത്തിൽ പറയുകയാണെങ്കിൽ, എന്ന് ഒരു ഭക്തൻ്റെ കാല് പിടിക്കാൻ പറ്റുന്നുവോ അന്ന് നിനക്ക് പൂർവജന്മസ്മൃതി ഉണർന്ന് പൂർവ്വരൂപം ലഭിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ഒരു പൂർവ്വരൂപമുണ്ട് അല്ലേ? അതും
ഈ ഗജേന്ദ്രമോക്ഷം കഥയുടെ അടിസ്ഥാന തത്വമാണ്. ആദ്യമേ തന്നെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആസ്തിക്യ ബുദ്ധിയോടുകൂടി വിചാരം ചെയ്തുകൊണ്ട് വേണം ഈ കഥ കേൾക്കാൻ എന്നുള്ളതിനാലാണ് കഥയുടെ അവസാനം, കഥയുടെ ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമുക്കൊക്കെ ഒരു പൂർവ്വരൂപമുണ്ട്. എന്തായാലും ഇതല്ല നമ്മുടെ രൂപം. നമുക്കിപ്പോഴുള്ള പേരല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പേര്. ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്? ഇതാണല്ലോ ഈ ആത്മാന്വേഷണത്തിൻ്റെ തുടക്കം തന്നെ. ആരാണ് ഞാൻ എന്നന്വേഷിച്ചു കൊണ്ടുള്ള തീർത്ഥയാത്രയാണ്. ആ തീർത്ഥയാത്ര കുറച്ച് ആനന്ദകരമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തിമാർഗത്തിലൂടെ, ഭാഗവത കഥകളിലൂടെ പൂർവാചാര്യന്മാർ നമുക്ക് ഇത്തരത്തിലുള്ളതായ ചില മനനത്തിനുള്ള, സത്സംഗമങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നത്. ജ്ഞാനമാർഗമുണ്ട്, തപോമാർഗമുണ്ട്. പക്ഷെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അതൊന്നും അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉപേക്ഷിക്കാതെ തന്നെ, വല്ലതും ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളൊന്നും ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഉപേക്ഷിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞു നടക്കും. സത്യത്തിൽ ഒന്നും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും സാധിക്കുന്നില്ല. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ അന്ന് തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. പക്ഷേ നമുക്കൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥം മുമ്പിൽ കാണുമ്പോൾ അത് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മളത് കഴിക്കുകയും നമ്മുടെ ശരീരം അത് കഴിച്ചത് മൂലം വല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും, എല്ലാ ആധികൾക്കും കാരണമായിരിക്കുന്ന വേണ്ട എന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ആളുകൾ ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശ്രീശുകൻ്റെ കാരുണ്യം ഭാഗവത സാരസ്വതമായി മൃത്യുഞ്ജയോപനിഷത്തായി ഉണർന്നൊഴുകിയിരിക്കുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി ആ മുതലയുടെ കഥയിലേക്ക് വീണ്ടും പോവാം. മുതല അവിടെ കാത്തിരിക്കുകയാണ്, അല്ലേ? ഓർമ്മയോടുകൂടിയൊന്നുമല്ല ഇരിക്കുന്നത്. മുജ്ജന്മത്തിലെ ഏതോ ഒരു ചോദനയാൽ അവിടെ വരുന്നവരുടെയൊക്കെ കാല് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ ഒരു കാല് കിട്ടി. അപ്പം മനസ്സിലായി, ഈ കാല് പിടിച്ചാൽ എനിക്ക് എന്തായാലും ഒരു സദ്ഗതി ഉണ്ടാവും എന്ന് തോന്നിക്കാണണം. അതുകൊണ്ട് പിടിവിട്ടില്ല എന്നാണ്. അപ്പം അതുപോലെ ഒരു മുതല ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ കാല് പിടിച്ചിട്ടിരിക്കുകയാണ്. ആരാണ് ഞാൻ? എന്താണ് ഞാൻ? ഈ ഒരു രൂപത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ ഒന്നറിയാൻ ആ ഈശ്വരൻ തന്നെ ഇങ്ങനെ ഭക്തന്മാരുടെ കാല് പിടിക്കാൻ നിയോഗിച്ച് ഇതാ ഇപ്പം മള്ളിയൂരെ ഈ സത്രവേദിയിലും എത്തിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. മുതലേ ആരുടെ കാലാണ് പിടിച്ചത്? ഒരു ഗജേന്ദ്രൻ്റെ കാലാണ്. ആ കഥ ആരംഭിക്കുന്നത് ആസീത് ഗിരിവരോ രാജം ത്രികൂടൈതി വിശ്രുത ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുതമുച്ഛ്രിതഃ. യോജനകളോളം വിസ്താരമുള്ള ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്തെ മനോഹരമായ ഒരു കാടിനെ വർണ്ണിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ഈ കഥ ആരംഭിക്കുന്നത്. ആ ഗിരിശൃംഗത്തിനാകട്ടെ 3 ഉത്തുംഗമായിരിക്കുന്നതായ ആ കൊമ്പ് പോലെ സ്വർണം, വെള്ളി മുതലായിരിക്കുന്നതായ ആ ലോഹങ്ങളുടെ പ്രഭ ഉണർന്നൊഴുകുന്ന വിധത്തിൽ മനോഹരമായ ശൃംഗങ്ങളോടുകൂടിയ ആ പർവ്വതങ്ങളുടെ താഴ്വര പ്രദേശത്ത് മനോഹരമായൊരു കാടുണ്ടായിരുന്നു. ആ കാട് അനവധി തരത്തിലുള്ളതായ മൃഗങ്ങളാലും പക്ഷികളാലും ആവൃതമാണ്. മനോഹരമായി ഈ കാട്ടിൽ എല്ലാ തരത്തിലുമുള്ളതായ ഔഷധ സസ്യങ്ങളും കാണപ്പെടുന്നു. ഈ പർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്ത് ഈ ക്ഷീരസമുദ്രത്തിൽ നിന്നുള്ളതായ ആ ഔഷധത്തിൻ്റെ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരമാലകൾ വന്ന് അലതല്ലുന്നു. ആ തിരമാലകൾ ചേരുന്ന ഭാഗമൊക്കെ മരതകക്കല്ലുകൾ വന്നടിഞ്ഞ് മനോഹരമായി തീർന്നിരിക്കുന്നു.
ഇനി ആ കാട്ടിലെ മരങ്ങളുടെ പേരുകൾ പറയുമ്പോൾ ഏകദേശം ഒരു 40ഓളം മരങ്ങളുടെ പേരുകൾ ശ്രീശുകൻ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. മന്ദാരൈ പാരിജാതൈശ്ച പാടലാശോകചമ്പകൈ ചൂതൈ പ്രിയാലൈ പനസൈ രാമ്രൈ രാമ്രാതകൈരപി. നല്ല തേന്മാവുണ്ട്, മന്ദാരമുണ്ട്, ചെമ്പകമുണ്ട്, കവുങ്ങുണ്ട്, അമ്പഴം, ഉദുംബരം, പ്ലക്ഷം, വടം, പ്ലാച്ചി, ഇങ്ങനെ 40ഓളം മരങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഭാഗവതം വായിക്കുമ്പോൾ ആലോചിക്കല്ലേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഈ ഭാഗവതത്തെ യഥാർത്ഥത്തിൽ ഒരു കാവ്യം പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാൻ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആദ്യം ഞാൻ പഠിക്കണം, അത് വേറെ കാര്യം. ആ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ഭാഗവതം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും എനിക്ക് പൂർണ്ണമായി എൻ്റെ ഒരു ആയുസ് പൂർത്തിയാക്കാൻ സാധിക്കുമോ? ഒരു പക്ഷേ ഈ ആയുസ് കൊണ്ട് ഈ ഭാഗവതം മുഴുവൻ പറഞ്ഞു തീരുമോ എന്ന് പലപ്പോഴും അത്ഭുതത്തോടു കൂടി ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു മനുഷ്യായുസ്സിൽ പഠിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് പലപ്പോഴും എത്താറ്. കാരണം പല ആളുകളും എന്നോട് ചില സ്ഥലത്ത് വേദികളിൽ എത്തുമ്പോൾ പറയാറുണ്ട്, തിരുമേനി ഞങ്ങൾ ഭാഗവതം പഠിച്ചു തുടങ്ങി, ഞങ്ങളിപ്പോൾ ഏകദേശം കഴിയാറായി, 12ാമത്തെ സ്കന്ധമൊക്കെ എത്തി. അപ്പം ഞാൻ ആലോചിക്കും, ഈശ്വര, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ. എന്നെ കേൾക്കാനിരിക്കുന്നവരൊക്കെ ഭാഗവതം പഠിച്ചവരാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഒരു മനുഷ്യായുസ് കൊണ്ട് പഠിച്ചു തീർക്കാവുന്നതല്ല ഋഷീശ്വരന്മാർ പകർന്നു തന്നതെങ്കിൽ തീർച്ചയായും നമ്മളൊരു മനുഷ്യായുസ് കൊണ്ട് പഠിച്ചു തീർക്കണം എന്ന് വിചാരിച്ചതിൻ്റെ മുമ്പിൽ ഇരിക്കുകയല്ല വേണ്ടത്. നമ്മൾ എവിടെയോ പഠിച്ചു നിർത്തിയിടത്ത് നിന്ന് തുടരാനാണ് യഥാർത്ഥത്തിൽ ഈ ബുദ്ധിയോടുകൂടി ഇങ്ങനെ ഒരു ശരീരത്തിൽ ജനിച്ചതെന്നാണെന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അന്ന് ആ കലിയുഗാരംഭത്തിൽ ബ്രഹ്മാവിൻ്റെ അരികത്ത് ചെന്ന് ഞങ്ങൾക്ക് കലികാലത്തിലിരുന്ന് ഭഗവാന്റെ ഉപാസന ചെയ്യാൻ പറ്റിയ ഒരു ഇടം വേണമെന്ന് അഭ്യർത്ഥിച്ച ഋഷീശ്വരന്മാർ ബ്രഹ്മാവ് തിരിച്ചുവിട്ട ചക്രത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് കർമ്മക്ഷേത്രമാകുന്ന ഭാരതഭൂമിയുടെ മധ്യത്തിൽ വെച്ച ആ നേമി പൊട്ടിച്ചിതറിയ ആ നൈമിശാരണ്യമെന്ന തീർത്ഥസ്ഥാനത്തിലിരുന്ന് പുരാണങ്ങളെ കേൾക്കാൻ ആരംഭിച്ച സമയത്ത് അവിടെ സൂതൻ വന്ന് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കഥാപാരമ്പര്യത്തിൽ എവിടെയോ അവിടെ ഇരുന്ന് കഥ പറഞ്ഞവരിൽ ആരോ നിങ്ങൾക്കിടയിലുണ്ട്. അവിടെ ആ കഥ കേട്ടവരിൽ ഒരാളായിരുന്നു ഞാൻ. അന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയിടത്തു നിന്ന് തുടരാൻ ഇപ്പം മള്ളിയൂർ ഇങ്ങനെയൊരവസരത്തിൽ എന്നെ നിയോഗിച്ച് ഞാനിവിടെ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഇവിടെ ഇരിക്കുക. നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരങ്ങൾ അത് പല രൂപത്തിലും ഭാവത്തിലും മാറി മറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ പുണ്യത്തിനനുസരിച്ച് ഒരു പക്ഷേ നമുക്ക് ഇത് കേട്ടാൽ മനസ്സിലാവുന്ന ബുദ്ധിയുള്ള മനുഷ്യനായി നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെ ഇതിനു മുമ്പ് മനുഷ്യരായിരുന്ന പലരും ചിലപ്പോൾ ഇവിടെ കാക്കയായോ തത്തയായോ ഒക്കെ ചുറ്റിപ്പാറി സഞ്ചരിക്കുന്നുണ്ടാകും. ഏതെങ്കിലും മേൽപ്പത്തൂരുന്ന ഭട്ടേരിപ്പാട് പറഞ്ഞതുപോലെ അത്യന്ത സംഘവിലയായ മനുഷ്യനല്ലാതെ ബുദ്ധിയില്ലാത്ത ചില ജീവികളായിത്തീരുന്നത് ചില വാസനാഗുണങ്ങൾ അത് പൂർണ്ണമായിട്ട് നശിക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഭാഗവതത്തെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ജന്മാന്തരങ്ങളിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന ആ ദർശനത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഗജേന്ദ്രമോക്ഷം. അപ്പോൾ അനേകം വൃക്ഷലതാദികളെക്കുറിച്ച് പറഞ്ഞു. അവിടെയുള്ളതായ ആ കാടിൻ്റെ മനോഹാരിതയൊക്കെ വർണ്ണിച്ചുകൊണ്ട് അവിടെ ഒരു ഗജേന്ദ്രൻ ഉണ്ടായിരുന്നു. ഈ ഗജേന്ദ്രൻ തൻ്റെ കൂട്ടാളികളോടൊപ്പം ആനന്ദത്തോടുകൂടി ആ കാട്ടിൽ വിഹരിച്ചിരുന്നു. കരിമ്പിൻ കാടുകളെ ചവിട്ടി മെതിച്ചും അതിൻ്റെ രസത്തെ കുടിച്ചും ഒപ്പമുള്ള പിടിയാനകളെ സ്പർശിച്ചും അവയോടൊപ്പം കൂട്ടം കൂടി ചിഹ്നം വിളിച്ച് ആർത്തുല്ലസിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്നതായ ഗജേന്ദ്രൻ, പേര് തന്നെ അങ്ങനെയാണല്ലേ, ഗജേന്ദ്രൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അത് ആനയുടെ പേരൊന്നുമല്ല, അതിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇന്ദ്രൻ തന്നെയാണ്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അധിപതിയാണ്. ഇന്ദ്രിയങ്ങൾക്ക് ആ ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തെ അനുഭവിക്കുവാനുള്ള ശക്തി കൊടുക്കുന്ന യാതൊന്ന് ഉണ്ടോ ആ ഈശ്വര വിശേഷത്തെ
നമ്മുടെ വേദകാലം മുതലേ സൂചിപ്പിച്ചത് ഇന്ദ്രശബ്ദം കൊണ്ടാണ്. അത് പ്രധാനമാണ്. ഇനി ഗജേന്ദ്രൻ്റെ സ്തുതിയിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ളതായ ഗജേന്ദ്രൻ ഒരു ദിവസം കാറ്റിലൂടെ വന്നതായ ആ താമരപ്പൂവിൻ്റെ ഗന്ധം നുകർന്ന് ഇങ്ങനെ സഞ്ചരിച്ച് എവിടെയോ തടാകമുണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ കാടിൻ്റെ മധ്യത്തിലുള്ളതായ ഒരു തടാകത്തിൻ്റെ തീരത്തെത്തി. സ്വച്ഛ സ്ഫടിക തുല്യമായിരിക്കുന്ന ജലം, അടിത്തട്ടിൽ വെള്ളാരം കല്ലുകളും മുത്തുകളും പവിഴങ്ങളും സ്വർണ്ണ മത്സ്യങ്ങളും ഒക്കെ നീന്തി തുടിക്കുന്ന ആ തടാകത്തിൽ വിടർന്നു നിൽക്കുന്ന താമരകൾ, അതിൽ തേനിങ്ങനെ ഊർന്ന് അതിൻ്റെ ഗന്ധം നുകർന്നതിലേക്ക് തേനീച്ചകളും വണ്ടുകളും പാറിപ്പറക്കാൻ വന്നിരിക്കുന്നു. താമരക്കിഴങ്ങുകൾ ഭക്ഷിച്ചുകൊണ്ട് കളകൂജനം ചെയ്യുന്നതായ ഹംസങ്ങൾ നീന്തിത്തുടിക്കുന്നു. ഇനി ആ താമരപ്പൂക്കളിലെ പൂമ്പൊടികളൊക്കെ കാറ്റിലിങ്ങനെ പറന്ന് തങ്ങി നിൽക്കുന്നുണ്ട് ഈ തടാകത്തിൻ്റെ മുകളിൽ. മഞ്ഞിങ്ങനെ മൂടി നിൽക്കുന്നത് പോലെ പത്മരാഗമാണ് മൂടി നിൽക്കുന്നത്. അത്രയും മനോഹരമായൊരു തടാകം. എന്തിനാ ഇങ്ങനെയൊക്കെ വർണ്ണിക്കണേ ചോദിച്ചാൽ അത് കഥ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പല കാര്യങ്ങളും അങ്ങനെയാണ്. കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, കഥ കഴിഞ്ഞാലേ മനസ്സിലാവൂ അല്ലേ? കഥ കേൾക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാനേ പറ്റൂ. അപ്പോൾ ആസ്വദിക്കുക. ഭാഗവതത്തിൻ്റെ ശൈലി അതാ. നിങ്ങളെ ആസ്വാദനത്തിൻ്റെ ആ അമൂർത്തതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. മൂർത്തമായതിനെ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ അല്ലേ? രൂപമുള്ളതിനെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ഭാവഭാവാദികളുള്ളതിനെ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ഈ ഭാവഭാവാദികളിലൂടെ അഭാവത്തിലേക്ക്, അമൂർത്തതയിലേക്ക്, ആ ആസ്വാദന തലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന ഒരു കഥന ശൈലിയാണ് ഭാഗവതത്തിൻ്റേത്. അത് ശ്രീശുകന് മാത്രം സാധ്യമാവുന്നൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ളതായ തടാകം കണ്ടുവോ? മനസ്സിൽ ഈ തടാകം കണ്ടുവോ? ഇങ്ങനെ ഒരു തടാകം കണ്ടാൽ അതിലേക്ക് ചാടിയിറങ്ങി മുങ്ങി കുളിച്ച് നീന്തി തുടിക്കാൻ ആർക്കാ തോന്നാത്തത്? ദാ ഗജേന്ദ്രനും ചാടി അതിൽ വെള്ളം മുഴുവൻ ആവോളം കുടിച്ചു. എന്നിട്ട് തന്നോടൊപ്പമുള്ളതായ കൂട്ടാളികളുടെ ദേഹത്തേക്ക് ഈ വെള്ളം ചീറ്റിച്ചു. അവരുമായിട്ടിങ്ങനെ രസിച്ചിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ആ തടാകത്തിൻ്റെ അടിത്തട്ടിലെ ചളിയെല്ലാം ഊർന്ന് അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉഗ്രനായിരിക്കുന്നതായൊരു നക്രം. ആ നക്രം ആരാന്ന് പറഞ്ഞു? നേരെ ഗജേന്ദ്രൻ്റെ കാലിൽ അങ്ങോട്ട് പിടിച്ചു. കളികൾക്കിടയിൽ ഗജേന്ദ്രൻ അതത്ര കാര്യമൊന്നും ആക്കിയില്ല. എന്തോ കാലിൽ കൊണ്ട് ഒന്ന് കുടഞ്ഞു, വീണ്ടും കളികൾ തുടർന്നു. അപ്പം വീണ്ടും ആ കടിയുടെ ശക്തി കൂടി. ഗജേന്ദ്രന് ചെറിയ വേദനയൊക്കെ തുടങ്ങി. അപ്പം ഗജേന്ദ്രൻ പതുക്കെ ചിഹ്നം വിളിക്കാൻ തുടങ്ങി. അപ്പം കൂട്ടാളികൾക്കൊക്കെ മനസ്സിലായി എന്തോ ഒരു അപകടം തങ്ങളുടെ നേതാവിന് സംഭവിച്ചിരിക്കുന്നു. വേഗം തന്നെ അവരൊക്കെ കരയ്ക്ക് കയറി. ചില ആനകളൊക്കെ പിന്നിൽ നിന്ന് തള്ളി, ചില ആനകൾ തുമ്പിക്കൈ പിടിച്ച് വലിച്ച് കയറ്റാൻ നോക്കി. എത്രത്തോളം കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ശക്തിയിൽ, അതിൻ്റെ ഇരട്ടി ശക്തിയിൽ ഈ ഗ്രാഹം ഗജേന്ദ്രനെ ഈ തടാകത്തിൻ്റെ അടിത്തട്ടിലെ ചളിയിലേക്ക് ഇങ്ങനെ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ കൂട്ടാളികൾക്കൊക്കെ മനസ്സിലായി ഇനിയിപ്പോൾ ഈ നമ്മളെ ഇത്രയും കാലം ഒപ്പം നടന്ന് രക്ഷിച്ചിരുന്നതായി ഈ ഗജേന്ദ്രനെ കൊണ്ട് ഇനി നമുക്ക് യാതൊരു കാര്യവുമില്ല. കാരണം എന്തോ അപകടം പെട്ടു. ഇനി നമുക്ക് വേറെ ആരെങ്കിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്ത് പോവേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പിടിയാനകളും മറ്റും കൂട്ടത്തിലുള്ള മറ്റൊന്നിനെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് പോയി. ഇത് നോക്കി നിൽക്കുകയാണ് ഗജേന്ദ്രൻ. അതുവരെ എന്തായിരുന്നു ഈ കൂട്ടാളികളോടൊപ്പം നടക്കുമ്പോൾ? അവർക്ക് ഗജേന്ദ്രൻ്റെ സാന്നിധ്യം പോലും സന്തോഷമായിരുന്നു, സുരക്ഷിതത്വമായിരുന്നു. ഈ ഗജേന്ദ്രൻ്റെ ശരീരത്തിൽ തട്ടുന്നതായ കാറ്റിൻ്റെ ഗന്ധം നുകർന്നാൽ സിംഹങ്ങളൊക്കെ ഗുഹയിൽ ഓടി ഒളിക്കും എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ ശ്ലോകമൊക്കെ എടുത്ത് വർണ്ണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് അടുത്ത ജന്മം വരെ ഇങ്ങനെ നീണ്ട് പറഞ്ഞു കൊടുക്കാനുള്ള സാധ്യതകളൊക്കെ ഭഗവാൻ തരികയാണെങ്കിൽ വേണമെങ്കിൽ ശ്രമിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോഴും ശ്രമിക്കാമെന്നേ പറയുള്ളൂ. ഞാൻ പറഞ്ഞു തരാമെന്നൊന്നും പറയില്ല. ഇപ്പോഴും പറയുന്നത് ഞാനൊന്നുമല്ല, ഇവിടെ തന്നെയുള്ളതായ ആ ഭാഗവത ശക്തിയാണ് എന്നിലൂടെ വാക്കായിട്ട് ഉണർന്നൊഴുകുന്നത്. യോന്തപ്രവിശ്യം മമവാചം ഇമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന. എല്ലാറ്റിൻ്റെ ഇരിപ്പിടം ഭഗവാനാണെന്നിരിക്കെ ഈ വാക്കുണരുന്നതും ഭഗവാനിൽ നിന്ന് തന്നെയാണ്.
അപ്പം അതുകൊണ്ട് ഗജേന്ദ്രൻ്റെ ശരീരത്തിൽ തട്ടിയ കാറ്റിൽ നിന്ന് പോലും ഗജേന്ദ്രൻ്റെ സാന്നിധ്യത്തെ അറിഞ്ഞാൽ പേടിയൊളിക്കുന്ന സിംഹങ്ങളും വ്യാളികളും ഒക്കെയുള്ളതായ ആ കൊടുങ്കാട്ടിലെ തൻ്റെ വികാരം എങ്ങനെയുള്ളതായിരുന്നു? ഇവർക്കൊക്കെ അത്രയും സുരക്ഷിതത്വം കൊടുത്തതായിരുന്നു. ഇവർക്കൊക്കെ ഞാൻ പ്രിയപ്പെട്ടവനായിരുന്നു, അല്ലേ? ഞാനില്ലാതെ ഇവർക്ക് എവിടേക്കും പോകാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടാതായിരിക്കുന്നു. ഇതെപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഗജേന്ദ്രൻ ഇനി തനിക്ക് എന്താണ് ആശ്രയം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. തതോ ഗജേന്ദ്രസ്യ മനോബലൗജസാം കാലേന ദീർഘേണ മഹാനഭൂത്വ്യയഃ വികൃഷ്യമാണസ്യ ജലേ വസീദതോ വിപര്യയോ ഭൂത് സകലം ജലൗകസഃ. ഏറെക്കാലത്ത് ഈ പിടിവലിക്ക് ശേഷം ഗജേന്ദ്രൻ ഇങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗജേന്ദ്രൻ്റെ ബലം ക്ഷയിച്ചു തുടങ്ങി. പക്ഷേ ഗ്രാഹത്തിൻ്റെ ബലം വർദ്ധിച്ചു തുടങ്ങി. ഗജേന്ദ്രൻ്റെ കാലിലിങ്ങനെ കടിച്ച ആ രക്തം ഇങ്ങനെ കുടിച്ചുകൊണ്ട് ജലത്തിൽ തന്നെ ശക്തനായിരിക്കുന്ന മുതലയ്ക്ക് ആ ശക്തി കൂടിക്കൂടി വരികയാണ് ചെയ്തത്. പക്ഷെ കരയിലെ ശക്തനായിരിക്കുന്നതായ മൃഗമാണ് ആന, അല്ലേ? പക്ഷെ കരയിലെ ശക്തിയൊന്നും ഈ ജലത്തിൽ കിട്ടിയില്ല. പലപ്പോഴും ഗൃഹത്തിലെ ശക്തി ഗൃഹത്തിന് പുറത്ത് കിട്ടാറില്ല. വീടിൻ്റെ ഉള്ളിലെ ശക്തി വീടിൻ്റെ പുറത്ത് കിട്ടാറില്ല. ചിലർക്ക് വീടിൻ്റെ പുറത്തെ ശക്തി വീടിൻ്റെ ഉള്ളിൽ കിട്ടാറില്ല. ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസമനുസരിച്ച് ജീവശക്തി പലപ്പോഴും ക്ഷയിക്കുകയും വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും, അല്ലേ? അങ്ങനെ ഒരു സൂചന കൂടിയുണ്ട്. ഇതിലെ എല്ലാ വർണ്ണനകളും ദാർശനികമാണ്. എല്ലാ വർണ്ണനകളിലും തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗജേന്ദ്രൻ്റെ ശരീരത്തിൽ തട്ടിയ കാറ്റ് ഒരു വർണ്ണനാബിംബമായി മാറിയത്. അതുകൊണ്ടാണ് തടാകത്തിൽ വിരിഞ്ഞ താമരപ്പൂക്കളിൽ നിന്നുള്ളതായ പൊടി, ആ താമരപ്പൂമ്പൊടി ആ തടാകത്തിൻ്റെ മുകളിലിങ്ങനെ തങ്ങി നിൽക്കുന്നു, മഞ്ഞുപോലെ, മൂടൽമഞ്ഞ് പോലെ തങ്ങി നിൽക്കുന്നു എന്ന് വർണ്ണിച്ചത്. അതുകൊണ്ടാണ് ആ കാട്ടിലുടനീളമുള്ളതായ മരങ്ങളെക്കുറിച്ചുമൊക്കെ വർണ്ണിക്കുമ്പോൾ ആ മരങ്ങളൊക്കെ സുഗന്ധം, പലവിധത്തിലുള്ള ഗന്ധങ്ങൾ പരത്തുന്ന മരങ്ങളായിരുന്നു. അപ്പോൾ ഗജേന്ദ്രമോക്ഷം കഥ തുടങ്ങുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തതായ ഗന്ധം എന്ന് പറയുന്ന വിഷയസുഖത്തിൻ്റെ ആ പ്രതീകാത്മകമായ വർണ്ണനകളൊക്കെ കാണാം. ഗന്ധവതി പൃഥിവി എന്നാണ് പ്രമാണം. ഗന്ധം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഗുണമാണ്. ഇനിയോ ഗജേന്ദ്രൻ പിടിയാനകളോടൊപ്പം സഞ്ചരിച്ച് അവർക്ക് സ്പർശസുഖം കൊടുത്തുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചതായ ചിത്രങ്ങളൊക്കെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ സ്പർശം എന്ന് പറയുന്നതായ ഗുണം അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രതീകമായി. ഇനിയോ വിടർന്നു നിൽക്കുന്ന താമരയും സ്വച്ഛസ്ഫടിക തുല്യമായിരിക്കുന്ന ജലവും, ഇതൊക്കെ യഥാർത്ഥത്തിൽ കാഴ്ചയാണ്, അല്ലേ? കാഴ്ച എന്ന് പറയുന്നത്, കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിന് കൊടുക്കുന്നതായ സുഖമാണ്. അപ്പോൾ ഈ കാഴ്ച എന്ന് പറയുന്നതായ ഗുണത്തെ പ്രതീകാത്മകമായിട്ട് അവിടെ അവതരിപ്പിച്ചു. ഇനിയോ ശബ്ദം, മനോഹരമായ കളകൂജനാദികളൊക്കെ ചെയ്യുന്ന പക്ഷികൾ, അല്ലേ? ഹംസത്തിൻ്റെ ധ്വനി, ഇതൊക്കെ ശബ്ദം എന്ന് പറയുന്നതായ വിഷയസുഖത്തെ പ്രതീകാത്മകമായിട്ട് അവിടെ വർണ്ണനകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി എന്താ? രൂപം, സ്പർശം, ഗന്ധം, കാഴ്ച, ഇനി എന്താ? രസം. അതാണ് ജലം. തുമ്പിക്കൈ കൊണ്ട് കുടിച്ചും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും ആ ജലത്തിൻ്റെ ശീതളിമയെ വർണ്ണിച്ചു, ദാഹം കെടുത്തുന്ന അതിൻ്റെ ശക്തിയെക്കുറിച്ച് വർണ്ണിച്ചു. ഇങ്ങനെ ശബ്ദസ്പർശ രൂപരസഗന്ധാത്മകമായിരിക്കുന്ന ഗുണങ്ങളെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ അത് കഥാരൂപത്തിൽ ഇപ്പോൾ എവിടെ എത്തിച്ചിരിക്കുന്നു? അങ്ങനെയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗജേന്ദ്രനിപ്പോൾ ജലത്തിൻ്റെ അടിയിലേക്ക് താന്ന് ശക്തി ക്ഷയിച്ച് തൻ്റെ കൂടെ അത്രത്തോളം കാലം ഒപ്പം നിന്നിരുന്നവരായ തൻ്റെ ബന്ധുക്കൾ, തൻ്റെ സുഹൃത്തുക്കൾ ആർക്കും തന്നെ രക്ഷിക്കാനാവില്ല എന്ന തിരിച്ചറിവോടുകൂടി ഗജേന്ദ്രൻ അതിൻ്റെ അടിത്തട്ടിലേക്ക് അണ്ടുപോവാൻ തുടങ്ങി എന്ന് പറഞ്ഞ് ഗജേന്ദ്രമോക്ഷം കഥയുടെ പീഠിക നമുക്ക് പകർന്നു തന്നു 8-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലൂടെ. ഇനി 3-ാമത്തെ അധ്യായം കാണുന്ന ഗജേന്ദ്രൻ ആരെയാണ് ആശ്രയിച്ചത്? ഒരാനയാണ്.
അതിന് ബുദ്ധിയൊന്നുമില്ല. ഉണ്ടോ? ആനയ്ക്ക് ആനയുടെ ബുദ്ധിയുള്ളൂ. അതല്ലാതെ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കാനും ഈ പ്രപഞ്ചത്തിൻ്റേതായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള ശക്തി ഒരു മൃഗശരീരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യേതര ജീവശരീരങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗജേന്ദ്രനിൽ ഏതെങ്കിലും തരത്തിൽ ഇനി എന്നെ ആരും രക്ഷിക്കാനില്ല, എനിക്ക് രക്ഷ വേണം എന്ന ചിന്ത ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണം. ആ കാരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഏവം വ്യവസിതോ ബുദ്ധ്യാ സമാധായ മനോഹൃതി ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മന്യനുശിക്ഷിതം. മുജ്ജന്മത്തിൽ പഠിച്ചതായ കാര്യം ഓർമ്മ വന്നു എന്നാണ്. അതെങ്ങനെയാണ് അത് ഓർമ്മ വരിക? തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദൈഹികം. നമ്മുടെ ബുദ്ധിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അത്രേ. യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് നമ്മൾ ജനിച്ച സമയത്ത് ഏത് ഗർഭപാത്രത്തിൽ വന്നു ചേർന്നു ആ ഗർഭപാത്രത്തിലുള്ളതായ സംസ്കാര സവിശേഷതകൾക്കനുസരിച്ചുള്ള ബുദ്ധി മാത്രമല്ല പ്രവർത്തിക്കുന്നത്. അത് നമ്മുടെ ബാഹ്യവ്യവഹാരങ്ങളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ഏത് ഗർഭപാത്രത്തിൽ വന്നു, ഏത് കാലത്തിൽ വന്നു, ഏത് ദേശത്തിൽ വന്നു എന്ന സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചിട്ടുള്ള ചിന്തകൾ, വിചാരങ്ങൾ പ്രവർത്തിക്കും. പക്ഷെ അതുകൂടാതെ കണ്ട് നമ്മുടെ ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതായ ഒരവസ്ഥയുണ്ട്. അത് ഈ പറയുന്ന ദേശകാലങ്ങൾക്കപ്പുറം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് നമ്മൾ വന്നു ചേരുന്നതിന് മുമ്പുള്ളതായ യാതൊരു താളമുണ്ടോ, ഋതം എന്ന് ഭാഗവതം അതിനെ വിശേഷിപ്പിക്കുന്നു. ഋതം താളമാണ്. ആ പരമമായിരിക്കുന്ന സത്യം, ആ ഋതത്തിനെയാണ് സത്യം എന്ന് വിളിച്ചത്. അതിനെയാണ് നമ്മൾ സത്യം പരം ധീമഹി എന്ന് ധ്യാനിച്ചത്. അപ്പോൾ ഭാഗവതം കേൾക്കാനിരിക്കുന്ന ശൗനകാദികൾ ധ്യാനിച്ചത്, സൂതൻ ധ്യാനിച്ചത്, ശ്രീശുകൻ ധ്യാനിച്ചത്, പരീക്ഷിത്ത് ധ്യാനിച്ചത്, വിതുരൻ ധ്യാനിച്ചത്, മൈത്രേയൻ ധ്യാനിച്ചത്, അല്ലേ, സനകാദൃഷീശ്വരന്മാർ ധ്യാനിച്ചത് ഈ ഋതത്തെയാണ്. ഏത് ഋതത്തെ? ഇപ്പോഴുള്ള ഞാൻ എന്ന ബോധത്തെയല്ല, എത്രയെത്ര രൂപഭാവങ്ങളിലൂടെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ഇപ്പോൾ ഇങ്ങനെയുള്ള രൂപത്തോടു കൂടിയ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ആ ആദിമമായിരിക്കുന്നതായ തുടക്കത്തെയാണ് ധ്യാനിക്കുന്നത്, അല്ലേ? അപ്പോൾ ബോധത്തിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതെന്താ കാരണം? നിങ്ങളൊക്കെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്നു ചേരുന്ന സമയത്ത് നിങ്ങളാണോ ആദ്യം വന്നത്? നിങ്ങളുടെ ശരീരമാണോ ആദ്യം വന്നത്? അതോ നിങ്ങളാണോ ആദ്യം വന്നത്? അല്ലേ? കപില മഹർഷി ഉപദേശിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കലലം കർക്കന്ധു ഓരോ ദിവസം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലല്ലേ അങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നല്ലേ പറയണത്. അപ്പോൾ ആദ്യം വന്നത് എന്താ? ആദ്യം വന്നത് അന്ധക്കരണ തത്വസ്യ ദമ്പത്യോ പ്രാണസംശ്രയാത് ആനന്ദഗ്രന്ഥിരേകോയം അപത്യമിതി ഗത്യതേ. ഒരു സ്ത്രീയും പുരുഷനും സന്നിവേശം ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയഭാവത്തോടു കൂടി സ്നേഹസംശ്രയാത് അവരുടെ സന്തോഷം, ആ സന്തോഷമാണ് ആ സ്ത്രീയുടെ ഗർഭത്തിനുള്ളിൽ ഒരു കണികയായി രൂപപ്പെട്ടത്. ആ കണികയുടെ പേരാണ് ആനന്ദകണിക എന്ന്. അപ്പം നമ്മളൊക്കെ ആരാ? ഈ ആനന്ദകണികയാണ്. അതിന് ശേഷമല്ലേ നമുക്ക് ശരീരം രൂപപ്പെട്ടത്. അപ്പോൾ ഈ ആനന്ദകണികയായ നമ്മളെവിടെയായിരുന്നു? അമ്മയുടെ ആനന്ദമായിരുന്നു, അച്ഛൻ്റെ ആനന്ദമായിരുന്നു. അവരോ അവരുടെ അച്ഛനമ്മമാരുടെ ഉള്ളിൽ ആനന്ദമായിരുന്നു. അവരോ അവരുടെ അച്ഛനമ്മമാരുടെ ഉള്ളിൽ ആനന്ദമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ യഥാർത്ഥത്തിൽ എന്താണ്? ഈ ആനന്ദമാണ്. അത്രയേ ഉപനിഷത്തും പറഞ്ഞുള്ളൂ. ആനന്ദാദേവീമാനി ഭൂതാനി ജായന്തേ ആനന്ദം പ്രയന്തി അഭിസംവിശന്തീതി ആനന്ദം ബ്രഹ്മേതി. വളരെ ലളിതമാണ്. പക്ഷേ ഈ ലാളിത്യത്തെ അനുഭവിക്കാനാണ് നമ്മളിപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പറയാൻ ഇതൊക്കെ എളുപ്പമാണ്. ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറയാം, ഈശ്വരൻ ആനന്ദ സ്വരൂപമാണെന്ന് പറയാം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. വേണമെങ്കിൽ കുറച്ച് കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വേദാന്ത സൂത്രങ്ങളും നമുക്ക് പഠിക്കാം. ഇതൊക്കെ കാണാപ്പാഠം പഠിച്ച് പറയാനും വേണമെങ്കിൽ കാണാപ്പാഠം പഠിച്ചതിനെ വ്യാഖ്യാനിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. പക്ഷേ അത് അനുഭവിക്കാൻ അതിനെന്തുകൂടി വേണം? നമ്മുടെ ബുദ്ധി മാത്രം പോരാ. ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചം തന്നെയായ സ്വയംബോധസ്വരൂപമായ ആ കാരുണ്യം നമ്മിലേക്ക് ഉണർന്നൊഴുകണം. കാരുണ്യം ഉണർന്നൊഴുകണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവണം. ഇപ്പോൾ ഗജേന്ദ്രൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കുന്നു.
എവിടെയാ ശുദ്ധി? ഞാനാണ് രക്ഷകൻ, ഞാനാണ് ഇവർക്കൊക്കെ പ്രിയപ്പെട്ടവൻ, ഇവരൊക്കെ എൻ്റേതാണ്, അവരുടേതാണ് ഞാൻ, ഇതൊക്കെ എനിക്കുള്ളതാണ്. ഇത്തരത്തിലുള്ള 7 വിഭക്തികളും ഇല്ലാതായി. 7 വിഭക്തികളും. നമ്മളൊക്കെ 7 വിഭക്തികളിലല്ലേ ജീവിക്കുന്നത്. ഈ 7 വിഭക്തികളും ഒന്നൊന്നായി കൊഴിഞ്ഞു പോകാനുള്ള പരിശീലനമാണല്ലോ സപ്താഹം. 7 ദിവസം കൊണ്ട് 7 വിഭക്തികളും ഇല്ലാതായി. 7 വിഭക്തികൾ എന്താവണം? ഒന്നിലേക്കുള്ള ഭക്തിയാവണം. കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മന. അല്ലേ? എല്ലാം കൃഷ്ണനിലേക്കാവണം എന്നതാണല്ലോ ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഈ 7 വിഭക്തികളോടുകൂടി ഇരിക്കുന്നിടത്തോളം നമുക്ക് ശുദ്ധം എന്ന് പറയുന്നൊരവസ്ഥ വന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ ശുദ്ധ ഹൃദയത്വം വരുന്നത് എപ്പോഴാണ്? ഈ 7 വിഭക്തികൾ ഇല്ലാതാവുന്നൊരവസരത്തിലാണ്. അതൊരു പക്ഷേ ഈശ്വരകാരുണ്യം കൊണ്ട് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ആ ഈശ്വരകാരുണ്യം പ്രപഞ്ചത്തിലെ ജീവിത അനുഭവങ്ങളായി നമ്മളെ തേടി വരുന്നു. അതിനെ നമ്മൾ സുഖമെന്ന് വിളിക്കുന്നു, ദുഃഖമെന്ന് വിളിക്കുന്നു, പല പല പേരുകൾ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ അനുഭവങ്ങളെ ഇതിനു വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടി അതിനെ അഭിമുഖീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഭക്തിയോഗം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗജേന്ദ്രന് തന്നെ രക്ഷിക്കാൻ ഇനി ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഗജേന്ദ്രൻ്റെ ഉള്ളിൽ നിന്ന് യതതേച തതോ ഭൂയ സംസിദ്ധൗ കുരുനന്ദന പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യപശോപിസ. ഭഗവത്ഗീതയിൽ പറയുന്നതാ. അർജുനൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടേ, എന്താണ് യഥാർത്ഥത്തിൽ വിഷയങ്ങളിലേക്ക് നമ്മുടെ ജീവൻ, നമ്മുടെ മനസ്സ് ഇങ്ങനെ വ്യാപരിക്കാൻ എന്താ കാരണം എന്നാണ് അർജുനൻ്റെ ചോദ്യം. അല്ലേ? വിഷയങ്ങളൊക്കെ വിഷമാണെന്നറിയാം, അല്ലേ? എന്ന് വിചാരിച്ച് വിഷയങ്ങളിലേക്ക് വ്യാപരിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്താ അതിന് കാരണം ചോദിച്ചപ്പോൾ പറയാണ്, എല്ലാ തരത്തിലുമുള്ളതായ ബുദ്ധിയുടെ വ്യാപാരങ്ങളും അത് പൂർവജന്മാർജിതമായിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് എന്നാണ്. ഒരു ട്രെയിനിലൂടെ നമ്മൾ പോണു. ഒരു 4-5 ദിവസത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഒരു റൂം എടുത്ത് അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഒരാട്ടം ഉണ്ടാവും, അല്ലേ? ഇല്ലേ? അതുപോലെയാണ് ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി നിങ്ങൾ 10ാമത്തെ സ്കന്ധം തുടങ്ങുമ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിന് തൊട്ടു മുമ്പ് വസുദേവർ കംസന് കൊടുക്കുന്നൊരു ഉപദേശത്തിൽ അത് കേൾക്കും. ജീവൻ്റെ സഞ്ചാരഗതിയെക്കുറിച്ച് തൃണജളൂകൈവ, പുല്ലട്ടകൾ സഞ്ചരിക്കുന്നത് പോലെയാണ് അത്രേ ജീവൻ സഞ്ചരിക്കുന്നത്. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷതകൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ടല്ല ജീവൻ പുതിയ ശരീരത്തെ പ്രാപിക്കുന്നത്. ഒരു പുല്ലട്ട ഒരു പുല്ലിൻ്റെ അറ്റത്ത് നിന്ന് മറ്റൊരു പുല്ലിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പിന്നിലത്തെ കാല് എവിടെയായിരിക്കും? മറ്റേ പുല്ലിലായിരിക്കും, അല്ലേ? മുമ്പത്തെ പുല്ലിൽ കാല് വെച്ചതിന് ശേഷമാണ് പിന്നിലത്തെ കാല് ഇപ്പുറത്തെ പുല്ലിലേക്ക് വരും. അപ്പോഴേക്കും മറ്റേ കാലം എവിടേക്ക് പോയിട്ടുണ്ടാവും? അടുത്ത പുല്ലിലേക്ക് പോയിട്ടുണ്ടാവും. ഇങ്ങനെ പ്രാരബ്ധം, സഞ്ചിതം മുതലായിരിക്കുന്ന കർമ്മവാസനകളാൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ജന്മം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൻ്റേത് മാത്രമായ ഒരു അവസ്ഥാവിശേഷമല്ല, കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയും ഇനി വരാൻ പോകുന്ന ജന്മത്തിലേക്കുള്ളതായ യാത്രയുമാണ്, അല്ലേ? അപ്പം ആ ഒരു തത്വത്തെ പറഞ്ഞുകൊണ്ടാണ് ഗജേന്ദ്രൻ്റെ ഉള്ളിൽ നിന്ന് സ്തുതി ഉണർന്നു എന്ന് പറയാൻ കാരണം. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം കുട്ടിക്കാലത്ത് മുത്തശ്ശിയാണ് എനിക്ക് ഈ ഗജേന്ദ്രമോക്ഷം കഥ പറഞ്ഞു തരിക. അപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ആന എങ്ങനെയാണ് സ്തുതിക്കുക? ആനയ്ക്ക് സ്തുതിക്കാൻ പറ്റുമോ? അല്ലേ? കുട്ടിക്കാലത്ത് ഞാൻ ആലോചിക്കാറുണ്ട്. വലുതായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളൊക്കെ വലിയ ബുദ്ധിമാന്മാരായില്ലോ, അല്ലേ? നമ്മൾ വലിയ ബുദ്ധിയുള്ള ആൾക്കാരായി, നമുക്ക് സയൻസ് അറിയാം, നമുക്ക് യുക്തിയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ വലിയ യുക്തി വിചാരമൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ കുട്ടിക്കാലത്തെ ചോദ്യത്തിന് മുത്തശ്ശി എനിക്കൊരു ഉത്തരം തന്നു. ഉണ്ണി, ആന മാത്രമല്ല, ഈ പ്രകൃതിയിലെ എല്ലാവരും സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതികൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ആവണമെന്നില്ല. ഒരു പക്ഷി കരയാതിരിക്കുന്നുണ്ടോ പ്രഭാതത്തിൽ? കാക്ക കരയുന്നില്ലേ? ഏത് മൃഗങ്ങളും ശബ്ദമുണ്ടാക്കുന്നില്ലേ? അത് ആശയവിനിമയമല്ലേ? അത് അവർ തമ്മിൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണോ? അവരെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മളെ അവരും മനസ്സിലാക്കുന്നുണ്ട് അവരുടേതായ ഭാഷയിൽ. എന്നിരിക്കെ ഈ പ്രകൃതിയെ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നിരിക്കെ അവരെ ഈ പ്രകൃതി മനസ്സിലാക്കാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രകൃതിയെയും അവരെയും ഒക്കെ അറിയുന്ന ഒന്ന് ഇവിടെ ഉണ്ട് എന്ന ചിന്തയിലേക്ക് എന്നെ മുത്തശ്ശി നയിച്ചത് ഈ ഒരു വാക്കുകൊണ്ടാണ്. എന്ത്? ഉണ്ണി,
ഈ പ്രപഞ്ചത്തിലെല്ലാവരും സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിത്തിൻ്റെ പ്രാർത്ഥനയാണ് അത് പൊട്ടിമുളയ്ക്കാൻ കാരണം. ആ പ്രാർത്ഥന കേട്ടാണ് മേഘങ്ങൾ അലിയുന്നത് എന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ മുത്തശ്ശി മൊഴിയാണ്. അപ്പോൾ ഇവിടെ ഗജേന്ദ്രനുള്ളിൽ നിന്ന് ഉണർന്നതായ ആ സ്തുതി എങ്ങനെയുള്ള സ്തുതിയാണെന്ന് ഗജേന്ദ്രൻ തന്നെ ഈ സ്തുതിയുടെ അവസാനം പറയും. സ്തുതിയോ പൂർണ്ണമായും ദാർശനികമായ ഒന്നാണ്. പ്രപഞ്ച കാരണ തത്വങ്ങളെ വിശദീകരിച്ചുകൊണ്ടുള്ള മനോഹരമായ ഈ സ്തുതിയിൽ എവിടെയും ഒരു രൂപത്തെക്കുറിച്ചോ ഒരു ഏതെങ്കിലും തരത്തിലുള്ളതായ ധ്യാനാത്മക ധാരണാസ്വരൂപത്തെക്കുറിച്ചോ ഗജേന്ദ്രൻ പറയുന്നില്ല. അവാച്യമായ നിർഗുണമായ ചിദാകാശസ്വരൂപത്തെയാണ് ഇവിടെ പരബ്രഹ്മതത്വമായി സാക്ഷാൽ നാരായണനായി ഗജേന്ദ്രൻ സ്തുതിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ശ്ലോകങ്ങളിലെയും അർത്ഥം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓം നമോ ഭഗവതേ തസ്മൈ യതയേതൽ ചിദാത്മകം പുരുഷായാദിബീജായ പരേശായാഭിധീമഹി. പുരുഷനായിക്കൊണ്ട് നമസ്കാരം. ഏത് പുരുഷൻ? സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠ ദശാങ്കുലം പുരുഷസൂക്തം ഋഗ്വേദത്തിൽ പറയുന്നില്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് എന്താ പറഞ്ഞത്? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കും. ലോകത്തിലെ സകല ഫിലോസഫികളും ചോദിക്കുന്നതാ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി. അപ്പോൾ എല്ലാ മതങ്ങളും എല്ലാ ഫിലോസഫികളും ഉത്തരം പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ്. നാസ്തികന്മാർ പറഞ്ഞു ഇത് തന്നെത്താൻ ഉണ്ടായി എന്ന്. പക്ഷേ ഭാഗവതം പറഞ്ഞു ഇതാരെങ്കിലും സൃഷ്ടിച്ചതുമല്ല, എങ്ങനെയെങ്കിലും തന്നെത്താൻ ഉണ്ടായതുമല്ല. പിന്നെ എന്താ ഇത്? ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ്. ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു അല്ലേ? ജഗൃഹം പൗരുഷം രൂപം ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭി. 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെ 1-ാമത്തെ സ്കന്ധത്തിൽ. എന്നിട്ടാണ് അവതാര സ്വരൂപങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം സ്വയം ഈശ്വരനാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ അല്ലാതെ വല്ലതും ഉണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ്. ഞാനും ഈശ്വരനാണ്, നീയും ഈശ്വരനാണ്. അങ്ങനെയുള്ളതായ ആ പുരുഷനായിക്കൊണ്ട് നമസ്കാരം. പരേശൻ പരം സത്യം പരം ധീമഹി, സത്യമായ പരം, അതാണ് ഈശ്വരൻ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ വദന്തി യത്തത്വവിദ യത്തത്വം യജ്ഞാനമദ്വയം. എന്തിനെയാണ് അദ്വയമായ ജ്ഞാനമായി മഹാത്മാക്കൾ അറിയുന്നത്? ആ ജ്ഞാനത്തെയാണ് ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഈശ്വരനെന്നും ഭഗവാനെന്നും ഒക്കെ വിളിച്ചിട്ടുള്ളത്. ആ പരമമായ തത്വത്തെ സ്തുതിക്കുകയാണ്. ആരാ സ്തുതിക്കുന്നത്? ഒരാന. പക്ഷെ സ്തുതിയുടെ ഓരോ ഘട്ടം എത്തുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇത് ആനയല്ലല്ലോ സ്തുതിക്കുന്നത്. അല്ല, ഇത് കേവലമായിരിക്കുന്ന ശരീരത്തിൽ വന്ന സ്തുതിയല്ല, ഇത് പരാവാക്കാണ്. പരാവാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നാഭിയുടെ അടിത്തട്ടിൽ നിന്നുണരുന്നതായ ആ ഈശ്വരീയമായിരിക്കുന്ന അനുഭവമാണ് പരാവാക്ക്. നമ്മളൊക്കെ പറയുന്നത് വൈഖരിയാണ്. തൊണ്ടയിൽ നിന്ന് വരുന്നത് ആഭ്യന്തര പ്രയത്നം, ബാഹ്യപ്രയത്നം മുതലായിരിക്കുന്ന പ്രയത്നങ്ങളിലൂടെ നമ്മൾ ഏതൊക്കെ വാക്കുകൾ ഉച്ചരിക്കണമെന്ന് തീരുമാനിക്കുകയും വായയുടെ ഓരോ അവയവങ്ങളിലൂടെ ഇന്ന അക്ഷരങ്ങളൊക്കെ പറയണമെന്ന് തീരുമാനിച്ച് സംസ്കൃതത്തിലെയൊക്കെ പൂർവാചാര്യന്മാർ പറയുന്നത് പോലെ അയ്യുൺ ഋളുക്ക് അയ്യോങ് അയ്യോച്ച് ഹയവരട്ടിലാണ് ഞമങ്ങടനമ ജപഞ്ഞ ജപകടദശ് ഖഭ ചടത ചടതവ് കഭയ ചടസര് കല് എന്നിങ്ങനെയുള്ളതായ ആ ശബ്ദങ്ങളുടെ കൂട്ടങ്ങളെയൊക്കെ തലച്ചോറ് നേരത്തെ കുട്ടിക്കാലം മുതലേ സ്വാംശീകരിച്ച് വെച്ച് കുറച്ചൊക്കെ പരിചയം കൊണ്ടും കുറച്ചൊക്കെ അനുകരണം കൊണ്ടും എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ചിന്തിക്കുന്നതിനെ പറയാൻ വേണ്ടി കുറേ വാക്കുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്കിൽ അർത്ഥമുണ്ടോ? ഊഹിച്ചെടുക്കുകയാണ് നമ്മളൊക്കെ. അതിന് നമ്മൾ പിന്നെ വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ ഉപമ, അനുമാനം, അല്ലേ, ശാബ്ദം, ഇങ്ങനെ കുറേ പ്രമാണങ്ങളും പറഞ്ഞു വെച്ച് ആ പ്രമാണങ്ങളൊക്കെ വെച്ച് നമ്മൾ എല്ലാറ്റിനെയും ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ ഭാഗവതം ശാസ്ത്രമെന്ന് വിശേഷിപ്പിച്ച് നമ്മൾ ഈ പറഞ്ഞ ഒന്നിനെയല്ല. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനുഭവത്തെയാണ് ഭാഗവതം ശാസ്ത്രമെന്ന് വിളിച്ചത്.
പ്രവൃത്തിം ച നിവൃത്തിം ച നിത്യേന കൃതകേന വാ പുംസാം യേനോപദിശ്യതേ തത് ശാസ്ത്രമിതി കഥ്യതേ. പ്രവർത്തിക്കേണ്ടതെന്ത്, നിവർത്തിക്കേണ്ടതെന്ത്, എന്നും പ്രവർത്തിക്കേണ്ടതെന്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതെന്തോ അതാണ് ശാസ്ത്രം. പ്രവർത്തിക്കേണ്ടത്, നിവർത്തിക്കേണ്ടത് എന്താണെന്ന് ഒന്നാമത്തെ അധ്യായത്തിലെ അവസാനത്തെ അധ്യായത്തിൽ, ഒന്നാമത്തെ സ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിൽ ശ്രീശുകനോട് പരീക്ഷിത്ത് ചോദിച്ച ചോദ്യമാണ് അല്ലേ? മരിക്കാൻ പോകുന്നവന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, എന്തൊക്കെ നിത്യം ചെയ്യണം അല്ലേ, എന്ത് ചിന്തിക്കണം, എന്ത് പറയണം. അപ്പം ശ്രീശുകൻ പറഞ്ഞു കൊടുത്തതാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതാണ് ശാസ്ത്രം. അപ്പം ഇത് അനുഭവവേദ്യമാവുമ്പോഴാണ് അത് ശാസ്ത്രമായി തീരുക. അപ്പം ഇവിടെ പറയുന്നത് എന്താ? ആ ഗജേന്ദ്രനിൽ നിന്ന് ഉണർന്നൊഴുകിയ സ്തുതി പരാവാക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈശ്വരീയമായ അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ സ്തുതിയിലെ വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകം ദിവസവും ഒരു 1008 ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്യന്തികമായ ശ്രേയസ് കിട്ടും എന്ന് പൂർവ്വ ഭാഗവത ആചാര്യന്മാർ പറയാനുള്ള കാരണം. അതേതാ ശ്ലോകം എന്നറിയോ? വേണമെങ്കിൽ ദിവസവും ജപിച്ചോളൂ. യസ്മിന്നിദം യതശ്ചേദം യേനേദം യയിദം സ്വയം യോസ്മാത് പരസ്മാച്ച പരസ്തം പ്രപദ്യേ സ്വയംഭുവം. പരഹ തം പ്രപദ്യേ. ആരാണ് ആ പരൻ? സ്വയംഭുവനാണ്. അദ്ദേഹം ആരാ യഥാർത്ഥത്തിൽ? യസ്മിൻ ഇദം യതഃ ച ഇദം യേന ച ഇദം യ ഇദം സ്വയം. അതാണ് ഭഗവാൻ. ഏതാത്? യാതൊന്നിനാൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുവോ, യാതൊന്നിനാൽ ഈ പ്രപഞ്ചം പരിണമിക്കുന്നുവോ, യാതൊന്നുകൊണ്ട് ഈ പ്രപഞ്ചം ഒടുവിൽ വിലീനമായി തീരുന്നുവോ, ആ യാതൊന്നുണ്ടോ ആ യാതൊന്നായ പരം സ്വയംഭുവം, സ്വയമുണ്ടായ ആ ഈശ്വരനെ നമസ്കരിക്കുന്നു. 1008 ദിവസവും ജപിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം തെളിഞ്ഞ് ആനന്ദ നൃത്തം ചെയ്യാൻ കഴിയുമെന്നാണ് ഭാഗവതോത്തമന്മാർ പറഞ്ഞു തന്നത്. ചെയ്യണോ ആനന്ദ നൃത്തം? വേണോ? വേണമെന്നുണ്ടോ? വേണമെന്നൊക്കെ നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ പറയും, ഭാഗവത വേദിയിൽ ഇരിക്കുമ്പോൾ പറയും, ഇവിടെ ഞങ്ങളുടെ അപ്പുറത്തേക്ക് പോയാൽ എല്ലാം മറക്കും. മറക്കണം. മറന്നില്ലെങ്കിൽ ഈശ്വരൻ പിന്നെ ഈ പ്രപഞ്ചലീലകൾ തുടരുകയില്ല. ഉണ്ടോ? നമ്മളിതൊക്കെ മറക്കണമെന്നതും ഈശ്വരൻ്റെ തീരുമാനമാണെന്നിരിക്കെ എപ്പോൾ നമ്മൾ ഇതെല്ലാം ഓർമ്മിക്കണമെന്ന് ഈശ്വരൻ തീരുമാനിക്കും. ഗജേന്ദ്രൻ ഇത് ഓർമ്മിക്കണമെന്ന് ഈശ്വരൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഗജേന്ദ്രൻ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. യസ്വാത്മനീതം നിജമായ അർപ്പിതം ക്വചിൽ വിഭാതം ക്വചതൽ തിരോഹിതം അബിദ്ധദൃക്സാക്ഷുഭയം തദീക്ഷതേ സാത്മമൂലോവതു മാം പരാൽപരഃ. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ മൂലമാണ്. എല്ലാറ്റിനെയും കാണുന്നു. ആ കാണുന്നവനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാക്ഷി എന്ന് വിളിക്കുന്നു. നമ്മൾ ലൗകിക ജീവിതത്തിലെ സാക്ഷിയെ എന്താ വിളിക്കുക? കോടതിയിൽ കയറ്റി നിർത്തിക്കഴിഞ്ഞാൽ കണ്ടതെന്ത് എന്ന് പറയുന്നവനെയാണ് സാക്ഷി എന്ന് വിളിക്കുക അല്ലേ? കണ്ടതെന്ത്, കേട്ടതെന്ത് എന്നൊക്കെ പറയുന്നവനെയാണ് നമ്മൾ സാക്ഷി എന്ന് വിളിക്കുക. കണ്ടത് വളച്ചൊടിച്ച് പറയുന്നവനെ നമ്മൾ കള്ളസാക്ഷി എന്ന് വിളിക്കും. പക്ഷേ ഭാഗവതത്തിൻ്റെ സാക്ഷി അതല്ല. നമുക്ക് കാണാൻ കഴിയാത്തത് കാണുന്നവൻ, നമുക്ക് കേൾക്കാൻ കഴിയാത്തത് കേൾക്കുന്നവൻ അല്ലേ? അങ്ങനെ അന്തരംഗത്തിൻ്റെ നേരിയ സ്പന്ദനങ്ങളെപ്പോലും അനുഭവങ്ങളായി സ്വയം നൃത്തം ചെയ്യുന്ന ആ ആത്മസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെ സ്വയം പ്രപഞ്ചമായി പ്രകാശിക്കുന്നവൻ. അപ്പൊ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചത് ഏതെങ്കിലും ഒരു വസ്തു എടുത്ത് ഉണ്ടാക്കിയതല്ല. ഒരു കുടം, ആ കുടം നിർമ്മിക്കണമെങ്കിൽ എന്ത് വേണം? മണ്ണ് വേണം, വെള്ളം വേണം, ചക്രം വേണം, ചക്രം തിരിക്കാനുള്ള വടി വേണം, അതിനെ കുടത്തിൻ്റെ രൂപത്തിലാക്കണം, എന്നിട്ട് അഗ്നിയിൽ ചുട്ടെടുത്തെടുത്താൽ കുടമായി. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ ഒരാൾ വേണ്ടേ? അതാണ് കുലാലൻ, കുംഭാരൻ. ഈശ്വരൻ
എന്നത് സത്യമാണോ എന്ന ചോദ്യം ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങി. ഭാരതത്തിലെ ഏറ്റവും പുരാതനമായിരിക്കുന്ന ദർശനം സാഖ്യമാണ്. ചോദിച്ചത് അതാണ്. 24 തത്വങ്ങളിൽ ഈ പ്രപഞ്ചമുണ്ട് എന്ന് സാഖ്യകാരന്മാർ പറഞ്ഞു. അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി, കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി, കയ്യ്, കാല്, പായു, ഉപസ്ഥം, വാക്ക്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി. 24 തത്വങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ന്യായകാരന്മാർ ചോദിച്ചു, ഈ 24 തത്വം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രപഞ്ചമാവുമോ എന്ന്. മണ്ണ്, വെള്ളം, അഗ്നി, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ഒക്കെ കൂടി കുടമാവുമോ? ഇല്ലല്ലോ. കുടമാവണമെങ്കിൽ ആ കുടത്തെക്കുറിച്ച് ഭാവന ചെയ്യാൻ ഒരാൾ വേണ്ടേ? അത് നിർമ്മിക്കാൻ ഒരാൾ വേണ്ടേ? ചക്രം തിരിക്കാൻ ഒരാൾ വേണ്ടേ? അതെന്താണ് എന്ന് ചോദിച്ചു. സാഖ്യകാരന്മാർക്ക് ഉത്തരമുണ്ടായില്ല. അവരുത്തരം മുട്ടി, അവർ മങ്ങിപ്പോയി. പിന്നീട് വന്നു അനവധി സിദ്ധാന്തങ്ങൾ. കടാത സിദ്ധാന്തം വന്നു, മീമാംസാകാരന്മാർ വന്നു, ഉത്തരമീമാംസാകാരന്മാർ വന്നു. ഇവരൊക്കെ വന്നും പോയിക്കൊണ്ടും ഇരുന്നപ്പോൾ അതാ സാഖ്യകാരന്മാർ വീണ്ടും ഉണർന്നു. എപ്പോൾ? കപില മഹർഷിയുടെ അവതാരത്തോടെ. ആ കപില മഹർഷി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, 24 തത്വ, 24 മാത്രമല്ല 24നെയും ചേർത്ത് നിർത്തുന്ന 25 തത്വമുണ്ട്. അതാണ് കാലം. അതോടുകൂടി സാഖ്യയോഗം ലോകം മുഴുവൻ അംഗീകരിച്ചു. അപ്പോൾ സാഖ്യയോഗം ഭാഗവതത്തിൻ്റെ ദർശനമായി 26ാമത്തെ ഒരു തത്വം കൂടി പറഞ്ഞു. കാലം തന്നെ സ്വയം ഈശ്വരനാണെങ്കിലും ആ കാലം കാലപുരുഷനായി 26ാമത്തെ തത്വമായി പ്രകാശിക്കുന്നു. അതാണ് ഭാഗവത പുരുഷൻ എന്ന് കപില മഹർഷി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ സാഖ്യയോഗത്തിൽ 26 തത്വം അങ്ങനെ അംഗീകരിക്കപ്പെട്ടു. ആ 26ാമത്തെ ഭഗവാനെ ബ്രഹ്മമെന്നോ ഭഗവാനെന്നോ ഈശ്വരനെന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ, അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നു. ഭക്തിരേവ സ്വതന്ത്രത, ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും കാണാനുള്ള സ്വാതന്ത്ര്യം. അപ്പം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ എന്തിനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന്. അപ്പം പറഞ്ഞു, ഈശ്വരൻ്റെ ഒരു ലീലയാണ്. ലീല എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ കുട്ടികൾ കളിക്കുന്നേ? ആനന്ദിക്കാൻ. അപ്പം ഈശ്വരൻ ആനന്ദിക്കാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ന്യായകാരന്മാരെ, അങ്ങനെ വിട്ടാൽ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു ഈശ്വരൻ ആനന്ദസ്വരൂപമാണെന്ന്. ആനന്ദസ്വരൂപത്തിന് പിന്നെ ആനന്ദിക്കാൻ വേറൊരു വസ്തുവിൻ്റെ ആവശ്യം എന്താ ചോദിച്ചു. അതും ശരിയാണല്ലോ. അപ്പോൾ ആ സാഖ്യയോഗകാരന്മാർ ഉത്തരം പറഞ്ഞു, അത് വേറൊന്നുമല്ല, ചിരപരിചയാത് അവജ്ഞാഭവതി. കുറേ നേരം ഒരുപോലെ ഇരിക്കുമ്പോൾ കുറച്ച് അതിനോട് അപരിചിതത്വം വരും. അപ്പോൾ അത് സ്വയം പരിണമിക്കും. അപ്പോൾ ഈശ്വരൻ ഒരുപോലെ ഇരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശ്വരനൊന്ന് എഴുന്നേറ്റിരിക്കാൻ തോന്നി അല്ലേ? അതാണ് വിവർത്തനേകാദശി, പരിവർത്തനേകാദശി എന്ന് നമ്മൾ പറയില്ലേ? അതിൻ്റെ തത്വം അതാണ്. ഈശ്വരൻ പ്രപഞ്ചമായി പരിണമിക്കുന്ന ആ തത്വത്തെയാണ് നമ്മുടെ ഉപാസനകളിൽ പോലും ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ സ്വയം പ്രപഞ്ചമാണ്. ഈശ്വരൻ സ്വയം പ്രപഞ്ചമാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഓരോ ചെറു ചലനങ്ങളും പ്രപഞ്ച സൃഷ്ടിയാണ് അല്ലേ? അതാണ് ആനന്ദം. അപ്പോൾ ഓരോ ചെറു കണികകളിലുമുള്ളതായ ആ ജീവതത്വത്തെ ആനന്ദമായി പറഞ്ഞു. ആ ആനന്ദത്തെയാണ് ഇവിടെ ഗജേന്ദ്രൻ സ്തുതിച്ചത്. ആ പരമാത്മാവിനെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുകയില്ല. ഏതെങ്കിലും വാക്കുകളാൽ പറയാൻ സാധിക്കുമോ? പറ്റുന്നില്ല. ഗജേന്ദ്രൻ അതാണ് സ്തുതിയിലൂടെ പറയുന്നത്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഖ. യാതൊന്ന് ചിന്തിക്കുമ്പോൾ വാക്കും മനസ്സും അങ്ങ് എത്താതെ തിരിച്ചെത്തുന്ന അതിനെ ധ്യാനിപ്പു ഞാൻ. എന്ത് ചിന്തിക്കുമ്പോഴാണ് വാക്കും മനസ്സും ഒന്നും അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിത്തീരുന്നത്? ആ ആനന്ദസ്വരൂപത്തെ അതാ ഗജേന്ദ്രൻ സ്തുതിക്കുകയാണ്. എന്നിട്ടോ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പേരുകളും ഭഗവാന്റേതാണെന്നിരിക്കെ ഏതെങ്കിലും ഒരു പേരിൽ നമുക്ക് ഭഗവാനെ കുരുക്കിയിടാൻ സാധിക്കുകയില്ല. 30 മുക്കോടി എന്തിനാ നിങ്ങൾക്ക് ഒന്ന് പോരെ എന്ന് ചോദിക്കുന്നവരോട് പറയൂ, ഒന്നുള്ളവർ അസ്വതന്ത്രരാണ്. അവർക്ക് അതിനെ മാത്രമേ അവരുടേതായ കൈകളിലും കാലുകളിലും കർമ്മങ്ങളിലും ഒക്കെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കോ 30 മുക്കോടിയാണ്. എന്ന് വെച്ചാൽ ഏതൊരു ഭക്തനും അവരവരുടേതായി ഇഷ്ടത്തിനനുസരിച്ച് രൂപം സ്വീകരിക്കുന്നതാണ് എൻ്റെ ഈശ്വരൻ. ഭക്തേച്ഛോപാത്തദേഹായ, ഭക്തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപമെടുക്കുന്ന ഈശ്വരൻ. അത് ചിലപ്പോൾ വിഷ്ണുവാവും, നാരായണനാവും, ശിവനാവും, ബ്രഹ്മാവാവും, ഗണപതിയാവും അല്ലേ? ചിലപ്പോൾ ആൽമരമാവും, ചിലപ്പോൾ തുളസിച്ചെടിയാവും, ചിലപ്പോൾ ഉറുമ്പാവും, വാനരനാവും. ഈ പ്രപഞ്ചം തന്നെ സ്വയം ഈശ്വരനാണെന്നിരിക്കെ പക്ഷികളെയും മൃഗങ്ങളെയും കല്ലിനെയും മണ്ണിനെയും
പൂവിനെയും കായയെയും ഈശ്വരനായി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നു. അപ്പോൾ എനിക്ക് നിന്നെയും ഈശ്വരനായി ആരാധിക്കാം, നിനക്ക് എന്നെയും ഈശ്വരനായി ആരാധിക്കാം. ഈശാവാസിവിധം സർവം. ആ തത്വത്തെയാണ് ഈ സ്തുതിയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. പിന്നെയോ ഈ സ്തുതിയുടെയൊക്കെ ഒടുവിൽ ഗജേന്ദ്രൻ പറയുകയാണ്, ഞാനിപ്പോൾ ഈ സ്തുതിക്കുന്നതൊക്കെ എൻ്റെ കാലിൽ പിടിച്ച് ഈ മുതല വിടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഭഗവാനെ എന്നാണ്. അങ്ങനെ വിചാരിക്കേണ്ട, എനിക്ക് ശക്തിയില്ല. ഈ മുതല വേണമെങ്കിൽ കുറേ കഴിഞ്ഞാൽ എൻ്റെ ഈ ശരീരം ജീർണിക്കും കുറേ കഴിഞ്ഞാൽ, ഇല്ലേ? അപ്പോൾ ഈ മുതലയ്ക്ക് പിന്നെ എന്നെ ആവശ്യമുണ്ടോ? ഇല്ല, മുതല എന്നെ വിടും, അതെനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പം എന്തിനാ ഈ സ്തുതിക്കുന്നത്? ജിജീവിഷേനാഹമികായുഷാക്കിമന്തർബഹിശ്ചാവൃതമേ ഭയോന്യ ഇച്ഛാമി കാലേന നയസ്യ വിപ്ലവ തസ്യാത്മലോകാവരണസ്യ മോക്ഷം. ലോകാവരണസ്യ മോക്ഷം, ഈ ലോകത്തിൻ്റെ ആവരണം, ഈ ലോകമെന്ന ഭാവം എനിക്ക് വന്നു ചേർന്നത് ഈ ആവരണം കൊണ്ടാണ്. സപ്തധാതുക്കളാലുള്ള ഈ ശരീരത്തിൻ്റേതായ രൂപാന്തരങ്ങൾ, അതൊക്കെ ഞാനാണ് എന്ന് എന്നെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഹം, അതാണ് എൻ്റെ ആവരണം. അഹം എന്ന വാക്ക് ആ ഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അ ആ ഇ ഈ ഉ ഊ ഋ ള എ ഓ ഐ ഔ അം ക ഖ ഗ ഘ ങ ച ഛ ച ഛ ട ട ട ത ത ത പ പ പ മ യ ര ല വ ഹ വരെയുള്ള അക്ഷരങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എൻ്റേതെന്നും എനിക്കായിക്കൊണ്ടെന്നും നിനക്കെന്നും അവൻ്റേതെന്നും ഒക്കെ എന്തൊക്കെ വ്യവഹരിക്കുന്നുവോ, ജീവനുള്ളതെന്നും ജീവനില്ലാത്തതെന്നും, ആ വ്യവഹാരങ്ങൾക്കൊക്കെ കാരണമായത് എന്താണ്? ആ ഹം ആണ്, ആ ആവരണം. അതിൽ നിന്നെനിക്ക് മുക്തി തരണേ ഭഗവാനെ എന്ന സ്തുതിയോടുകൂടി ആ സ്തുതി അങ്ങോട്ട് കേട്ടപ്പോൾ ഏവം ഗജേന്ദ്രമുപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിതാഭിമാന നൈതേയദോപസൃപുർനിഖിലാത്മകത്വാൽ തത്രാഖിലാമരമയോ ഹരിരാവിരാസീത്. സാക്ഷാൽ ശ്രീഹരി അവിടേക്ക് വന്നു. എന്താ കാരണം? മറ്റൊരു ദേവന്മാരും വന്നില്ല. കാരണം ഇവിടെ വിശേഷിപ്പിച്ചതായ നിർഗുണമായ അപ്രാപ്യ മനസ്സിൻ്റെ ആ എത്താൻ പറ്റാത്ത ആ ഇടത്തിലേക്ക് സൂചിപ്പിച്ചതായ ഒരു വിശേഷണങ്ങളും വിവിധ ലിംഗാഭിമാന, പലതരത്തിലുള്ളതായ അടയാളങ്ങളെ കൊണ്ട് ഞാനാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ബ്രഹ്മാവ്, ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ മുതലായിരിക്കുന്ന ഒരു ദേവതകൾക്കും ഇത് വിശേഷണമല്ല. അതുകൊണ്ട് അവരൊന്നും വന്നില്ല. ഇതെന്നെയല്ല എന്ന ഭാവത്തിലിരുന്നു. പക്ഷേ ഇതെന്നെയാണല്ലോ എന്ന് ധൃതിയിൽ ആശു, ഗരുഡൻ്റെ വേഗം പോരല്ലോ എന്ന ഭാവത്തിൽ തം തത്പദാർത്ഥമുപലഭ്യ ജഗൻ നിവാസ സ്തോത്രം നിശമ്യതി വിജയേ സഹ സംസ്തുവദ്ഭി ഛന്ദോമയേന ഗരുഡേന സമുഹ്യമാനശ്ചക്രായുധോഭ്യഗമദാശു യഥോ ഗജേന്ദ്ര. ഗരുഡന് വേഗം പോരല്ലോ എന്ന ഭാവത്തിൽ ഗരുഡോപരിയാ ത്രികൂടപർവ്വതത്തിൻ്റെ താഴ്വര പ്രദേശത്തെ കാടിൻ്റെ മധ്യത്തിലുള്ള തടാകത്തിൻ്റെ തീരത്തെത്തിയതായ സാക്ഷാൽ ഭഗവാൻ വേഗം തന്നെ ഗരുഡൻ്റെ പുറത്ത് നിന്ന് ചാടിയിറങ്ങിയ സുദർശന ചക്രത്താൽ നക്രത്തിൻ്റെ വായ അങ്ങട് പിളർന്നു. വായലല്ലേ കുടുങ്ങിയിരിക്കണേ, അതങ്ങോട്ട് പിളർന്നു. ആദ്യം ഗജേന്ദ്രൻ്റെ കാലവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ടുവെങ്കിലും ആദ്യം സ്പർശിച്ചത് ആരെയാ? നക്രത്തെയാണ്. അതുകൊണ്ട് നക്രത്തിൻ്റെ ശരീരം അങ്ങോട്ട് ദിവ്യസ്വരൂപമായി പൂർവ്വജന്മസ്മരണ ഉണർന്നു. ഹൂഹു എന്ന ഗന്ധർവനായി മുകളിലേക്ക് ഉയർന്ന് അതാ വിസ്മയിച്ച് നിൽക്കുമ്പോഴാണ് സ്വന്ത സരസ്യുരുബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഗരുത്മതി ഹരിം ഖൗപാത്ത ചക്രം ഉത്പിക്ഷ്യ സാംബുജകരം ഗിരമാഹ കൃച്ഛ്രാൽ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അഖിലത്തിനും ഗുരുവായ ഹേ നാരായണ, അവിടത്തേക്ക് നമസ്കാരം. നകാരോ ഋഗ്വേദ, രകാരോ യജുർവേദ, യകാരോ സാമവേദ, നകാരോ അഥർവ. 4 വേദങ്ങളുടെയും സ്വരൂപം എന്താണോ അതാണ് ഭഗവാൻ, അതാണ് ഗുരു. ഗുകാരോ അന്ധകാരസ്യ രകാര തന്നിവർത്തക അന്ധകാര നിവർത്തിത്വ ഗുരുരിത്യഭിധീയതേ. എല്ലാ അജ്ഞാനങ്ങളെയും ഇല്ലാതാക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഗുരുവിനായിക്കൊണ്ട്, ഗുരുവായൂരപ്പനായിക്കൊണ്ട് അങ്ങോട്ട് നമസ്കാരം ചെയ്തു. ഒരു താമരപ്പൂ തുമ്പിക്കൈയിലുണ്ടായിരുന്നത് ആ ഭഗവാന്റെ സാന്നിധ്യത്തെ സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. എവിടേക്കെങ്കിലും നമസ്കരിക്കാൻ ആനയുടെ ശരീരത്തിന് പറ്റാത്തത് കൊണ്ട് ആ നമസ്കാരം എങ്ങനെയുള്ളതായിരുന്നു? ഭാഗവതം തുടങ്ങിയപ്പോൾ
സൂതൻ നമസ്കരിച്ച നമസ്കാരമായിരുന്നു, നമ്മളൊക്കെ നമസ്കരിച്ച നമസ്കാരമായിരുന്നു. എന്ത്? യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. എല്ലായിടത്തേക്കും നമസ്കരിക്കുകയാണ്. സർവചരാചരങ്ങളും ഈശ്വരനാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തി ഗജേന്ദ്രൻ എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രീശുകനെത്തിയ സർവഭൂത ഹൃദയഭാവത്തിലേക്ക് ആ ജീവാത്മാവ് അങ്ങോട്ട് ലയിച്ചു ചേർന്നതോടുകൂടി ആ ജീവാത്മാവിനെ ഭാഗവത സ്വരൂപികളായ നമ്മളെങ്ങനെയാണ് കാണേണ്ടത്? ശംഖ് ചക്രം ഗദാ പത്മം പീതാംബരം ധരിച്ച വിഷ്ണുവാണ് നമുക്ക് സർവഭൂത സുഹൃത്തായ ആ ഭഗവത് പരിണാമം, ഭഗവത് സ്വരൂപത്തിലേക്കുള്ള പരിണാമം. അതുതന്നെയാണ് ഭക്തിയുടെ അനുഭൂതി എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഗജേന്ദ്രമോക്ഷം എന്ന കഥ അവസാനിക്കുകയാണ്. ആ മുതലയിൽ നിന്ന് പൂർവ്വരൂപം തിരിച്ചു കിട്ടിയ ഗന്ധർവൻ ഭഗവാനെ സ്തുതിച്ച് അങ്ങ് ഉയർന്നു പോയി. അപ്പം മുതല എത്രയോ കാലം കാത്തിരുന്ന് കിട്ടിയ ആ പാദം അതിങ്ങനെ മുറുകെ പിടിച്ചതുകൊണ്ട്, ഏത് ദാസാനുദാസൻ്റെ പാദത്തെ പിടിച്ചതുകൊണ്ട് മുതലയ്ക്ക് കിട്ടി ഈ മുക്തി. ഭഗവാനോ ആദ്യമേ തന്നെ മുതലയ്ക്ക് അങ്ങടെ ആ പൂർവ്വരൂപം കൊടുത്തു. അതിന് വേറൊന്നുമല്ല, ആരാണോ ജീവാത്മാക്കളുടെ ഉള്ളിൽ ഭക്തി ഉണർത്തുന്നത് അവർക്ക് ഭഗവാന്റെ കാരുണ്യം ആദ്യമേ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മള്ളിയൂരപ്പൻ്റെ ഈ മുമ്പിൽ വന്ന് ഇത്രയും പറഞ്ഞത്. ഭഗവാന്റെ കാരുണ്യം എനിക്ക് ഇത്രയേ വേണ്ടൂ. ഭക്തി ഭാഗവതം മുമ്പിലുണ്ടാവണേ. എത്ര ജന്മം വേണമെങ്കിൽ ജനിക്കാം, പക്ഷിയായോ മൃഗമായോ ഒക്കെ ജനിക്കാം. മോക്ഷം പോലും വേണ്ട ഭഗവാന്. ഭഗവാൻ പറയുന്നിടത്തോളം ആടിക്കൊണ്ടേയിരിക്കാം. ആ ആട്ടത്തിന് എല്ലാവർക്കും സാധ്യമാവട്ടെ, അത് ആനന്ദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലൂടെ മള്ളിയൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഹരി ഓം. മള്ളിയൂർ തിരുമേനിയുടെ 104-ാം ജയന്തി അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രം സത്രവേദിയിൽ നമ്മെ അനുഗ്രഹിച്ച ബ്രഹ്മശ്രീ കിഴക്കേടം മാധവൻ നമ്പൂതിരി, കിഴക്കേടം മാധവൻ നമ്പൂതിരി എന്ന മഹാത്മാവിന് ഭാഗവത കഥാഗോകുലം ഇപ്പോൾ മള്ളിയൂരിൻ്റെ ആദരവ് അറിയിക്കുന്നു. ഒട്ടേറെ വേദികളിൽ തൻ്റെ പ്രഭാഷണങ്ങളെ കൊണ്ട് ധന്യമാക്കുവാൻ കഴിഞ്ഞ ബ്രഹ്മശ്രീ കിഴക്കേടം മാധവൻ നമ്പൂതിരി, അദ്ദേഹത്തിന് മള്ളിയൂരിൻ്റെ ആദരവ് ഇപ്പോൾ പൂജനീയ മള്ളിയൂർ തിരുമേനി നൽകുന്നു. ഇനിയിപ്പോൾ 2 അധ്യായങ്ങൾ പാരായണം ചെയ്യും. അതിനുശേഷം ഈ മഹായജ്ഞത്തിൻ്റെ, ഈ സത്രത്തിൻ്റെ പ്രധാന ആചാര്യൻ ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം